ക്ഷേത്ര ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികം കൂടിയേ തീരൂ. അതുകൊണ്ടായിരിക്കും അർച്ചന, പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ. പക്ഷേ ഇന്ന് വലിയൊരു വിപുലവര പട്ടിക തന്നെ കാണുന്നു. ശത്രു സംഹാരം, കുട്ടികളുണ്ടാവാൻ, വിവാഹത്തിന് തുടങ്ങി പലതിനും. ഇത് ഭക്തൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതാണോ? വലിയൊരളവോളം ചൂഷണം ചെയ്യുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ അളവോളം. എല്ലാം അങ്ങനെയാണെന്നൊന്നും പറയാൻ വയ്യ. കാരണം പണ്ട് ഒരു 10 ഇനം ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു 100 ഇനം കാണാം പട്ടിക. അങ്ങനെ കൂടി ഓരോ പ്രശ്നം കഴിയുമ്പോഴത്തേക്കും, ഓരോ പ്രശ്നവിചാരം കഴിയുമ്പോഴത്തേക്കും പുതിയ പട്ടിക വരും. അങ്ങനെ പട്ടിക വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രശ്നക്കാരെ കമ്മിറ്റിക്കാർ വിളിക്കുകയും ചെയ്യും. എന്തൊക്കെയാ ഭഗവാനെ, അയ്യോ! എങ്ങനെ ചെയ്യാൻ നമുക്ക് സംശയമുള്ള പല വിധാനമുണ്ട്. സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിട്ട് ക്ഷേത്രങ്ങളെ മാനിച്ചാൽ അതിനെ സംരക്ഷിക്കേണ്ടത്, നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. നിശ്ചയമായും അത് ഭണ്ഡാര സമർപ്പണങ്ങളിലൂടെ, മറ്റ് ശാസ്ത്രീയങ്ങളായ വഴിപാടുകളിലൂടെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു തരം അന്ധതയിൽ സമൂഹത്തെ തളയ്ക്കുന്ന കേന്ദ്രങ്ങളായി ഇന്ന് ക്ഷേത്രങ്ങൾ തീരുന്നു. അതേത് വരെയെന്ന് ചോദിച്ചാൽ ഒറ്റ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒരു കൂട്ടരാശ്രമത്തിൽ വന്നു. സ്വാമി, ഞങ്ങൾ തീർത്തും ക്ഷയിച്ച് മണ്ണടിഞ്ഞ് കിടന്നൊരു ക്ഷേത്രം നവീകരിക്കാൻ പുറപ്പെടുകയാണ്. സ്വാമി, അതിൻ്റെ ഫണ്ട് ഉദ്ഘാടനത്തിന് വരണം. സന്തോഷം, വരാൻ പറഞ്ഞു. പോയി. വളരെ ഉത്സാഹത്തോടു കൂടി ജനസഹസ്രങ്ങളുണ്ട് ഒരു ഗ്രാമത്തിൽ. വലിയ സന്തോഷം തോന്നി. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. എല്ലാം ഭംഗിയായി തീരട്ടെ. നമുക്ക് പ്രതിഷ്ഠ അത്യാവശ്യം ചെയ്യാനുള്ള സന്ദർഭമായി കഴിഞ്ഞാൽ പ്രതിഷ്ഠ ചെയ്യാൻ, മുഴുവൻ പണി തീരാനൊന്നും കാക്കണ്ട, പിന്നെ പതുക്കെ ബാക്കി പണിയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ അവിടുന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നമുക്കൊരു 4 കൊല്ലം കൊണ്ട് പണി തീർക്കണം എന്നാണ് ലക്ഷ്യം. സന്തോഷം, അത്ര മതി. പിറ്റത്തെ കൊല്ലം അവർ ക്ഷണിക്കാൻ വന്നു. സ്വാമി, പണി മുഴുവൻ തീർന്നു. എന്ത്? ശ്രീകോവിൽ മാത്രമല്ല, നാലമ്പലം എല്ലാ ഘടകങ്ങളും തീർന്നു. പരിവാര പ്രതിഷ്ഠയോടുകൂടി പ്രതിഷ്ഠിക്കാൻ തയ്യാറായിരിക്കുക. വളരെ സന്തോഷം. സ്വാമി പ്രഭാഷണത്തിന് വരണം. തീർച്ചയായിട്ടും വരാം. ചെന്നു. എന്തൊരാവേശം അവിടെ കണ്ടത്. ജനസഹസ്രങ്ങൾ, എല്ലാ പണിയും തീർന്നിരിക്കുക. ശരി, സന്തോഷം. അന്ന് നല്ലൊരു പ്രഭാഷണമൊക്കെ അവിടെ ചെയ്തു. തിരിച്ച് പിന്നീട് ആ ക്ഷേത്രത്തിൻ്റെ സമീപസ്ഥമായൊരു സ്ഥലത്ത് നമ്മളൊരു പരിപാടിക്ക് പോയപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ചോദിച്ചു, എന്താ ഒക്കെ ഭംഗിയായി നടക്കണില്ലേ അവിടെ? അന്ന് പ്രതിഷ്ഠാ സന്ദർഭത്തിൽ ജനസഹസ്രങ്ങളുണ്ടായിരുന്നു. ആര് തിരിഞ്ഞു നോക്കും സ്വാമി? അങ്ങോട്ട് ആരും പോകുന്നില്ല. എന്താ അത്? ചടങ്ങ്, പൂജ മുടങ്ങാണ്ട് നടക്കുന്നുണ്ട്, ആരും പോകണില്ല. എന്താത് അത്ര വലിയ അധപതനം വന്നത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പം അന്വേഷിക്കണമെന്ന് തോന്നി. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇതിൻ്റെ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ ഇവർ പ്രചരണം കൊടുത്തു, ഇവിടത്തേക്ക് ബിംബം സംഭാവന ചെയ്യുന്ന ആൾക്ക് കുട്ടികളുണ്ടാവും. അപ്പോൾ സിംഗപ്പൂരിലോ മറ്റുള്ള വലിയൊരു ധനികൻ കല്യാണം കഴിച്ച് കുട്ടികളില്ലാത്ത ആളാണ്. അയാൾ ഈ ബിംബം മുഴുവൻ അയാൾ സ്പോൺസർ ചെയ്തു. വേറൊരാൾ വേറൊന്ന് സ്പോൺസർ ചെയ്തു. വേറൊരാൾ വേറൊന്ന് സ്പോൺസർ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഉത്സാഹത്തിൽ പണി പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു. കൊല്ലം കഴിഞ്ഞു, കുട്ടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇയാളുടെ പത്നിയുടെ യൂട്രസ് നീക്കം ചെയ്യേണ്ടി വന്നു. ഈ അബദ്ധം, ശാസ്ത്രവിരുദ്ധമായ പ്രലോഭനങ്ങളെ ചെയ്ത് ഒരു സമൂഹത്തെ അന്ധകാരത്തിൽ തളയ്ക്കാനാണോ ക്ഷേത്ര ഉപാസന? ചിന്തിക്കുക. ഇങ്ങനെ അന്ധകാരത്തിൽ തളച്ച ശാസ്ത്രത്തിനല്ലേ പേരുദോഷം വരിക? ഒരിക്കലൊരു സ്ഥലത്ത് ഒരു യാഗസംബന്ധമായ ഒരു വാർത്ത. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എൻ്റെ അടുത്ത് ആൾക്കാർ വന്നു. സ്വാമി, ഇവിടെ പുത്രകാമേഷ്ടി നടക്കുന്നുണ്ട്, അതിന് പോയാൽ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എനിക്കെങ്ങനെയാണ് പറയാൻ കഴിയുക? ഒന്നാമത് എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കണം, എനിക്ക് കുട്ടികൾ ഉണ്ടാവരുത്, എന്നിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പുത്രകാമേഷ്ടി ഞാൻ ചെയ്തിരിക്കണം, എന്നിട്ട് എനിക്ക് കുട്ടി ഉണ്ടാവണം, നല്ല എനിക്ക് പറയാൻ പറ്റൂ. അല്ലാണ്ട് എനിക്കെങ്ങനെയാണ് പറയാൻ പറ്റും? ഇതൊന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ, എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, പുത്രകാമേഷ്ടിയിൽ പങ്കെടുത്ത് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ യജമാനൻ്റെ പത്നിക്കേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളുടെ പത്നിയെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുക, എന്നിട്ട് യജമാനന് കല്യാണം കഴിച്ചു കൊടുക്കുക, എന്നിട്ട് യജമാനന് കുട്ടി ഉണ്ടായില്ലാച്ചാൽ പറയാം. കാരണം പുത്രകാമേഷ്ടിയിൽ യജമാന പത്നിക്ക് മാത്രമേ കുട്ടി ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് 2 ലക്ഷം ഉറുപ്പിക അടച്ച് ഷീട്ടാക്കിയവർക്ക് കുട്ടി ഉണ്ടാവുന്നൊരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല.
അപ്പം ഈ ചൂഷണങ്ങൾ എങ്ങനെയാണ് ഇന്ന് പെരുകുന്നത്? ഇതൊക്കെയാണോ ഭക്തി? ഇതൊക്കെയാണോ ഭക്തി? ചിന്തിക്കുക നല്ലപോലെ. അതുകൊണ്ട് എവിടെ ശാസ്ത്രബോധമില്ലയോ അവിടെ ചൂഷണങ്ങളുണ്ടാവും. എവിടെ ശാസ്ത്രബോധം ഇല്ലയോ അവിടെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ടാവും. എവിടെ ശാസ്ത്രബോധം ഇല്ലയോ അവിടെ അബദ്ധവിശ്വാസങ്ങൾ പെരുകും. അതൊക്കെ നമ്മളെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നതാണെന്ന് മാത്രം സൂചിപ്പിച്ച് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് വായിക്കാൻ പറ്റുമോ? ദൃഷ്ടിക്ക് വലിയൊരു ദോഷം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ഇത് വായിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? ദൃഷ്ടിദോഷം, കരിനാവ്. അപ്പൊ ഓരോരുത്തരുടെ നാവും പരിശോധിക്കേണ്ടി വരും. കരിനാവ്, ഇതിന്റെയൊക്കെ വാസ്തവം എന്ത്? ദൃഷ്ടിദോഷം. പക്ഷെ ഇതൊന്നും ബാധിക്കാത്ത അവസ്ഥയിലേക്ക് നമുക്ക് ജീവിക്കാമോ? അതാണ് ചോദ്യം. നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ദോഷമാണ് നമുക്ക് ബാധിക്കുക? ആ പ്രകാശം ഓരോരുത്തരുടെ ഉള്ളിൽ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. മരണവീട്ടിൽ പോകാത്ത രക്തബന്ധമുള്ളവർ പുല ആചരിക്കുന്നത് എന്തിന്? നേരിട്ട് പിണ്ടദാനം ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് പുല ആചരിക്കേണ്ടത്. രക്തബന്ധത്തിൽപ്പെട്ട എല്ലാവരും പുല ആചരിക്കേണ്ട ഒരാവശ്യമില്ല. രക്തബന്ധത്തിൽപ്പെട്ടവരെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് അത് പരമ്പരയായി വളരെ വ്യാപിച്ചു പോകുന്നതാണ്. അവരെല്ലാവരും പുല ആചരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിണ്ടദാനം ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ, മക്കൾ, മക്കളെ മക്കൾ തുടങ്ങിയവർ പുല ആചരിക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ പൂർണ്ണമായ സമയം, ഊർജം ഒക്കെ പിതൃഉപാസനയിൽ, പിതൃതർപ്പണത്തിൽ, പിണ്ടദാനത്തിൽ വ്യാപരിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ആ ദിവസങ്ങളിൽ ദേവതാകർമ്മങ്ങളിൽ നിന്നൊക്കെ ഒഴിവ് കൽപ്പിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പറയാൻ കാരണം ഇന്ന് കുടുംബത്തിൽ ആരാണ്ടെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ പൊലയാണെന്ന് പറഞ്ഞ് ക്ഷേത്രാദി ദർശനങ്ങളോ മറ്റ് യജ്ഞകർമ്മങ്ങളോ നിർവഹിക്കാതെ എനിക്ക് പൊലയാണെന്ന് പറഞ്ഞ് ജനങ്ങൾ ഇരിക്കുന്ന ഒരു പ്രതിഭാസം കാണുന്നുണ്ട്. അത് ശരിയല്ല. നേരിട്ട് പിണ്ടദാനം ചെയ്യേണ്ടവർ മാത്രം പുല ആചരിച്ചാൽ മതി. ഇതാണ് ആ വിഷയത്തിൽ മറുപടി പറയാനുള്ളത്. ഒരു സങ്കീർണമായൊരു സംശയമുണ്ട്. എൻ്റെ സംശയം തീർത്തു തരുമോ? ഇല്ല, പറയാനേ കഴിയൂ. സംശയം തീർത്തു തരാൻ വേറൊരാൾക്ക് കഴിയില്ല. അതായത് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദങ്ങൾ, ബ്രാക്കറ്റിൽ ചന്ദനം, പായസം തുടങ്ങിയവ തീണ്ടാരിയായിരിക്കുന്ന സ്ത്രീകൾക്ക് തൊടുന്നത് കൊണ്ടോ അതുപോലെ ഭക്ഷിക്കുന്നത് കൊണ്ടോ കുഴപ്പമുണ്ടോ? സ്വാമിജി എൻ്റെ ഈ സംശയത്തിന് മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. കാരണം കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുള്ള ആളെ സംബന്ധിച്ച് കുഴപ്പം തന്നെയാണ്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ദേഹത്തിൻ്റെ അവസ്ഥയാണ്, ഒരു കുഴപ്പമില്ല. ഈശ്വരൻ എപ്പോഴും ഈശ്വരൻ തന്നെയാണ്. ഈശ്വരപ്രസാദം എപ്പോഴും ഈശ്വരപ്രസാദം തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ശ്രീവിദ്യോപാസന സമ്പ്രദായത്തിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, പല വിഭാഗത്തിലും പല ഗുരുക്കന്മാരുടെയും ഉപദേശക്രമത്തിനനുസരിച്ച് ആർത്തവ സന്ദർഭങ്ങളിലും സ്ത്രീകൾ പൂജ ചെയ്യാറുണ്ട്. ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് മന്ത്രം ജപിക്കാമോ? തീർച്ചയായിട്ടും ജപിക്കാമെന്ന് മാത്രമല്ല, കൂടുതൽ ജപിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ മറുപടി പറഞ്ഞു. കൂടുതൽ ജപിക്കുക വേണ്ടത്. കാരണം ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾ വിശ്രമിക്കണം. ശാരീരികമായ അധ്വാനങ്ങളൊന്നും വേണ്ട, പരിപൂർണമായ വിശ്രമം വേണം.
അപ്പോൾ അങ്ങും ഓടി പോവുക, പണിയെടുക്കുക, ശരീരത്തിന് ക്ലേശം ഉണ്ടാക്കുക ഒന്നും ചെയ്യരുത്. പരിപൂർണ വിശ്രമം വേണം ആർത്തവ ദിവസങ്ങളിൽ. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും ഒക്കെ തന്നെ എപ്പോഴും ജപിക്കാം. മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് ഭൂരിഭാഗം പേർക്കും, എല്ലാവർക്കും എന്ന് പറയുന്നില്ല, ഭൂരിഭാഗം പേർക്കും ആർത്തവ സംബന്ധമായ പല മാനസിക സംഘർഷങ്ങളും ദേഷ്യങ്ങളും സങ്കടങ്ങളും വൈകാരികതകൾ കൂടുതലുണ്ടാവാറുണ്ട് ആർത്തവത്തോടനുബന്ധിച്ച്. ചിലർക്ക് പ്രീ മെൻസ്ട്രൽ ടെൻഷൻ എന്നുള്ള രീതിയിൽ ആർത്തവത്തിന് മുന്നോടിയായിട്ടായിരിക്കും, ചിലർക്ക് ആർത്തവം ആരംഭിച്ചിട്ടായിരിക്കും. അപ്പോൾ ക്ലേശമുള്ള സമയത്താണല്ലോ കൂടുതൽ ജപിക്കേണ്ടത്, അതുകൊണ്ട് കൂടുതൽ ജപിക്കാം. ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ കുറേ പേര് വളരെ ശരിയാണ് പറഞ്ഞതെന്ന് അംഗീകരിച്ചു. കുറേ പേര് വളരെ അഹിതമായി എന്തോന്ന് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു, ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ളവരിങ്ങനെ പറയരുത് എന്നുള്ള നിലയ്ക്ക് വന്നു. വേറെ ചിലർ പറഞ്ഞ അഭിപ്രായം ബഹുരസമാണ്. അപ്പോൾ വിശ്രമിക്കണമെന്നും ശുദ്ധി പാലിക്കണമെന്നുള്ള വിഷയത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ നാമജപം, മന്ത്രജപം, ഭഗവത് പ്രസാദ സ്വീകരണം തുടങ്ങിയവയ്ക്ക് എന്തിനാ തടസ്സം വയ്ക്കുന്നേ? എന്തിനാവയെ ഒഴിവാക്കുന്നേ? ഭഗവാന്റെ പ്രസാദം തൻ്റെ അടുത്തേക്ക് വന്നു ചേരുമല്ലേ. എങ്ങനെയാ തൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നേ? താൻ അമ്പലത്തിൽ പോയിട്ടില്ല, ഇല്ലല്ലോ, ഇല്ല. പ്രസാദം തന്നെ തേടി വന്നതല്ലേ. അതാര് തന്നതാ? ഭഗവാൻ തന്നതാ. പിന്നെ എന്തിനാ സംശയിക്കുന്നേ? ഞാനിരിക്കുന്നിടത്തേക്ക് ഭഗവാൻ ഇങ്ങോട്ട് പ്രസാദം കൊണ്ടാ തന്നാൽ അത് സ്വീകരിക്കണ്ടേ? ഇല്ലെങ്കിൽ ഭഗവാൻ നിന്ദയാവില്ലേ? ഇല്ലെങ്കിൽ വരുമോ? എനിക്ക് കഴിക്കാൻ പാടില്ല അച്ഛാ, എൻ്റെ അടുത്തേക്ക് വരുമോ? വരുന്ന ആൾ കാല് തടഞ്ഞ് പുറത്ത് വീണ് പോകേണ്ടതാണ്. അപ്പം ഭഗവാന്റെ ഇച്ഛയായിട്ട് കണക്കാക്കി സുഖമായിട്ട് സ്വീകരിച്ചോളുക. സങ്കോചമുണ്ടോ? സ്വീകരിക്കരുത്. സങ്കോചം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഒരു വസ്തു വന്നു ചേരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അത്രേ പറയാനുള്ളൂ.